നമസ്കാരം. 2 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും ഒരു T20 ലോകകപ്പിന് ഈ ആഴ്ച തുടക്കമാവുകയാണ്. 20 ടീമുകൾ മാറ്റിവെക്കുന്ന ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് വെസ്റ്റ് ഇൻഡീസും അമേരിക്കയുമാണ്. വലിയ പ്രതീക്ഷകളോടെയാണ് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ടീം ഇന്ത്യ ഇത്തവണ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നാട്ടിൽ നടന്ന ഏകദിന ലോകകപ്പിലേതുപോലെ ഒരു സ്വപ്നതുല്യമായ പ്രകടനമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. 2007 പ്രഥമ T20 ലോകകപ്പിലെ ജേതാക്കളായ ഇന്ത്യ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും ഒരു കിരീടം സ്വപ്നം കാണുകയാണ്. ചിരവൈരികളായ പാകിസ്ഥാൻ ഉൾപ്പെട്ട ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യയുടെ സ്ഥാനം. ഗ്രൂപ്പിൽ ഏറ്റവും അധികം ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തുന്നതും പാകിസ്ഥാൻ തന്നെയായിരിക്കും. പാകിസ്ഥാനെ മാറ്റി നിർത്തിയാൽ ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ അയർലൻഡ്, കാനഡ, സംയുക്ത ആതിഥേയരായ അമേരിക്ക എന്നിവരാണ്. നിലവിലെ ഫോമും പാകിസ്ഥാനെതിരെയുള്ള റെക്കോർഡും പരിഗണിക്കുമ്പോൾ ഇന്ത്യ തന്നെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാനാണ് സാധ്യത. 5 ടീമുകൾ വീതമുള്ള 4 ഗ്രൂപ്പുകളിലായിട്ടാണ് ടൂർണമെന്റിന്റെ ഘടന. ഓരോ ഗ്രൂപ്പിലെയും ആദ്യത്തെ 2 സ്ഥാനക്കാരായിരിക്കും സൂപ്പർ 8ലേക്ക് മുന്നേറുക. ഗ്രൂപ്പ് ജേതാക്കളായി മുന്നേറിയാൽ ആരൊക്കെയാകും സൂപ്പർ 8ൽ ഇന്ത്യയുടെ എതിരാളികളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സൂപ്പർ 8ൽ 4 വീതം ടീമുകളെ 2 ഗ്രൂപ്പുകളിലായിട്ടാണ് തിരിക്കുക. ഗ്രൂപ്പ് 1-ലായിരിക്കും ഇന്ത്യയുടെ സ്ഥാനം. ഈ ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ ഗ്രൂപ്പ് ബിയിലെ 2ാം സ്ഥാനക്കാർ, ഗ്രൂപ്പ് സിയിലെ 1ാം സ്ഥാനക്കാർ, ഗ്രൂപ്പ് ഡിയിലെ 2ാം സ്ഥാനക്കാർ എന്നിവരായിരിക്കും. ഗ്രൂപ്പ് ബിയിലുള്ള ടീമുകൾ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട്, മുൻ ജേതാക്കളായ ഓസ്ട്രേലിയ, നമീബിയ, സ്കോട്ട്ലൻഡ്, ഒമാൻ എന്നിവരാണ്. ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ജേതാക്കളാകാനാണ് സാധ്യത. ഓസ്ട്രേലിയ 2ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ സൂപ്പർ 8ൽ ഇന്ത്യയുടെ ഒരു എതിരാളി ഓസ്ട്രേലിയ തന്നെയായിരിക്കും. ഗ്രൂപ്പ് സിയിലുള്ളത് ന്യൂസിലൻഡ്, വെസ്റ്റ് ഇൻഡീസ്, അഫ്ഗാനിസ്ഥാൻ, പപ്പുവ ന്യൂഗിനി, ഉഗാണ്ട എന്നിവരാണ്. കാര്യമായ അട്ടിമറികൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ന്യൂസിലൻഡ് തന്നെയായിരിക്കും ഗ്രൂപ്പ് ജേതാക്കൾ. അങ്ങനെ സംഭവിച്ചാൽ ഗ്രൂപ്പ് 8ൽ ഇന്ത്യയുടെ 2ാമത്തെ എതിരാളികൾ ന്യൂസിലൻഡ് ആയിരിക്കും. ഗ്രൂപ്പ് ഡിയുടെ കാര്യമെടുത്താൽ സൗത്ത് ആഫ്രിക്ക, ശ്രീലങ്ക, ബംഗ്ലാദേശ്, നെതർലാൻഡ്സ്, നേപ്പാൾ എന്നിവരാണുള്ളത്. ഈ ഗ്രൂപ്പിൽ ശ്രീലങ്ക 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനാണ് സാധ്യതകൾ. അപ്പോൾ സൂപ്പർ 8ൽ ശ്രീലങ്കയാകും ഇന്ത്യയുടെ 3ാമത്തെ എതിരാളികൾ. സൂപ്പർ 8ൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ശ്രീലങ്ക എന്നീ 3 ടീമുകളാണ് എതിരാളികളെങ്കിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്ന് ചുരുക്കം. ഇവരിൽ 2 ടീമുകളെയെങ്കിലും തോൽപ്പിക്കാനായാൽ മാത്രമേ ഇന്ത്യക്ക് സെമി ഫൈനലിൽ കടക്കാൻ സാധിക്കുകയുള്ളൂ. ശ്രീലങ്കയെ തോൽപ്പിക്കുക എന്നത് ഇന്ത്യക്ക് അത്ര കടുപ്പമാകില്ല എന്ന് തന്നെ വിചാരിക്കാം. പക്ഷേ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നിവർക്കെതിരെ പാടുപെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ICC ടൂർണമെന്റുകളിൽ പലപ്പോഴും ഇന്ത്യയുടെ വഴിമുടക്കിയിട്ടുള്ള ടീമാണ് ന്യൂസിലൻഡ്. അതുകൊണ്ട് തന്നെ അവരെ ഇന്ത്യ നല്ല രീതിയിൽ തന്നെ ഭയക്കുകയും വേണം. ഓസ്ട്രേലിയയും ഇന്ത്യയെ കുഴപ്പിക്കുന്ന എതിരാളികളിലൊന്നാണ്. ICC ടൂർണമെന്റുകളിൽ മികച്ച റെക്കോർഡാണ് ഓസ്ട്രേലിയക്കുള്ളത്. വലിയ മത്സരങ്ങൾ എങ്ങനെ വിജയിക്കണമെന്ന് അവർക്ക് നന്നായി തന്നെ അറിയാം. എത്ര മോശം അവസ്ഥയിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ കുതിച്ചു വരാൻ പലപ്പോഴും ഓസ്ട്രേലിയക്ക് സാധിച്ചിട്ടുമുണ്ട്. ഏറ്റവും മികച്ച കളി പുറത്തെടുക്കാനായാൽ മാത്രമേ ഓസ്ട്രേലിയയ്ക്കും കിവീസിനുമെതിരെ ഇന്ത്യക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ. സെമി ഫൈനലിൽ കടക്കണമെങ്കിൽ ലങ്കയ്ക്കൊപ്പം ഓസീസ്, കിവീസ് എന്നിവയിൽ ഒരു ടീമിനെങ്കിലും ഇന്ത്യക്ക് തോൽപ്പിച്ചേ മതിയാകൂ.